Hi dears, welcome back to Arcanix. എടാ മക്കളെ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് ആൽക്കീനുകളെ അസിഡിഫൈഡ് KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്കാണ് സാർ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിക്കാം മക്കളെ. ഇപ്പൊ ഞാനൊരു ആൽക്കീൻ എടുക്കാം, CH3 കാണുന്നല്ലോ, CH3 CH ഡബിൾ ബോണ്ട് CH3 ഓക്കെ, ഇതൊരു ആൽക്കീനാണ് മക്കളെ. ഈ ആൽക്കീനെ ഞാൻ അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യാം. ആരുപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യാണ്? അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. H+ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ഇത് എഴുതാൻ ഒരു ട്രിക്ക് ഉണ്ട്, നന്നായി ശ്രദ്ധിക്കാം മക്കളെ. ഇങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ട് പ്രൊഡക്റ്റ് എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ബ്രേക്ക് ആവുന്ന സമയത്ത് ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്തതിന് ശേഷം ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ശ്രദ്ധിക്കാം, ഡബിൾ ബോണ്ടഡ് കാർബൺ ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ഡബിൾ ബോണ്ടഡ് കാർബണിൽ കാർബണിന്റെ വാലൻസി 4 ആണല്ലോ, അപ്പൊ ഡബിൾ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പറഞ്ഞാൽ 2 വാലൻസി ബാക്കിയുണ്ട്. സോ ഡബിൾ ബോണ്ടഡ് കാർബണില് 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എൻഡ് ടേൺസ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എന്തായിട്ട് ടേൺ ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് ടേൺ ചെയ്യും. അടുത്തത്, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ആണെങ്കിൽ, ആൽക്കൈൽ മീഥൈൽ ഈഥൈൽ ഒക്കെ പോലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ this end turns to carboxylic acid RCOOH. ഈ ആറിന്റെ കൂടെ COOH കൂടായിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ടേൺ ചെയ്യും. അതേസമയം ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ RR അല്ലെങ്കിൽ RR ഡാഷും ആവാം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ RCOR കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യും? കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. RCOR കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ഒരു ഹൈഡ്രജനും ആൽക്കൈൽ ഗ്രൂപ്പും ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ്, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അത് കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞോ, ഇത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡ് ഈ കാർബണിന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ നിലനിൽക്കുന്നുണ്ട്. സോ ദിസ് എൻഡ് ടേൺസ് ടു കാർബോക്സിലിക് ആസിഡ്. ഏതാ? 2 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് പറഞ്ഞോ, CH3COOH. എന്താണ്? CH3COOH ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. പ്ലസ് ഈ ഭാഗത്ത് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ ഹൈഡ്രജനേ ഇല്ല, 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ that end turns to ketone CH3. പറയുന്നില്ല പിള്ളേര്, പറയുന്നില്ല കേട്ടോ. CH3COCH3 ആയിട്ട് മാറി, അതായത് അസറ്റോൺ ആയിട്ട് മാറി, അല്ലെങ്കിൽ പ്രൊപ്പൻറ്റോൺ ആയിട്ട് മാറി. ക്ലിയർ ആണ് മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ആൽക്കീൻ എഴുതാം, CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇയാളെ അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ ഏതെല്ലാം പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുക എന്ന് പറയാവോ നിങ്ങൾക്ക്? എന്താ ചെയ്യേണ്ട മക്കളെ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ആണ്. സോ ദിസ് എൻഡ് ടേൺസ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആൻഡ് ഈ എൻഡിൽ ഈ കാർബണിന്റെ മുകളിൽ ഒരു ഹൈഡ്രജനും ആൽക്കൈൽ ഗ്രൂപ്പും ആണ്. സോ ദിസ് എൻഡ് ടേൺസ് ടു കാർബോക്സിലിക് ആസിഡ്. ദിസ് പാർട്ട് ടേൺസ് ടു കാർബോക്സിലിക് ആസിഡ്. 3 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് CH3 CH2 COOH ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. റെഡി ആണല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാനിവിടെ ഒരു കോമ്പൗണ്ട് എഴുതാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയാളെ അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ ഏത് പ്രൊഡക്റ്റ് ആണ് കിട്ടുക എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? എന്താ സംഭവിക്കുന്നത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 1 2 3 4 വാലൻസി കംപ്ലീറ്റ് ആണ്, ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 1 2 3 ബോണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹൈഡ്രജൻ അവിടെ കിടപ്പുണ്ടെന്നാണ് അർത്ഥം. ഈ ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്യും.
നേരത്തെ ചെയിനിൽ വന്നപ്പോൾ 2 ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഉണ്ടായതെങ്കിൽ ഇവിടെ റിങ്ങിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് റിംഗ് ഓപ്പണിംഗ് ആണ് നടക്കുക. റിംഗ് ഓപ്പണിംഗ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കീറ്റോ ഗ്രൂപ്പ് വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ആസിഡ് ആയിട്ട് മാറും, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെയാണ് കിട്ടുന്ന പ്രൊഡക്റ്റ് പേര് IUPAC നെയിം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കടാ. ഓക്കെ, താങ്ക് യു.